ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8th സ്റ്റാൻഡേർഡിൻ്റെ സാൻസ്ക്രിറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ സെക്കൻഡ് ലെസൺ ഫുൾ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ചും കൂടെ ടെക്സ്റ്റ് പാസേജായിട്ടുള്ള അല്ല, ഗ്രാമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ പേജ് നമ്പർ 17 നോക്കൂ. 17 ല്യപ്പ് പ്രത്യയം എന്നൊരു പ്രത്യയം. അതെങ്ങനെയാണ് ല്യപ്പ് പ്രത്യയം? അപ്പം അതിനു മുമ്പ് വേറൊരെണ്ണം പഠിക്കണം. പൊതുവാ പ്രത്യയമുണ്ട്. ഇപ്പം നീ എന്നൊരു ധാതു, ഒരു ധാതു നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഉദാഹരണം പഠ് എന്നൊരു ധാതു, ആ ധാതുവിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്? പഠതി, പഠതഃ, പഠന്തി എന്നൊക്കെ വരുന്നത്. അത് വെർബാണ് അല്ലേ, ക്രിയയാണ്. അപ്പം പഠ് എന്ന ധാതുവിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതുപോലെ നീ എന്നൊരു ധാതുവിൽ, നീ എന്ന ധാതുവിനോടുകൂടി ക്ത്വാ ചേർത്താൽ, ക്ത്വാ എന്നൊരു പ്രത്യയം ചേർത്തു, ക്ത്വാ എന്നൊരു പ്രത്യയം ചേർത്തു. അപ്പം എന്തുവായി? നീത്വാ എന്നായി, നീത്വാ എന്നായി. മനസ്സിലായില്ലേ? നീത്വാ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നീ ധാതുവിൻ്റെ മീനിങ് തന്നെ നയിക്കുക എന്നുള്ള അർത്ഥം, ടു ലീഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പം നീത്വ ആകുമ്പോൾ നയിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പാസ്റ്റ് ടെൻസിൻ്റെ മീനിങ് വന്നില്ലേ, നയിച്ച് കഴിഞ്ഞ ശേഷമുള്ളതാണ്, നയിച്ചിട്ട്. എന്നാൽ ഈ നീ എന്നുള്ള ധാതുവിന് മുമ്പ് ഒരു ഉപസർഗം വരികയാണെങ്കിൽ, എന്താണ് ഈ ഉപസർഗം എന്ന് പറഞ്ഞാൽ? ഉപസർഗം നിരവധി ഉപസർഗങ്ങളുണ്ട്. പ്രാപരാപാനു അവന് നിർദുസ് ദുർ, അങ്ങനെ കുറേ ഉപസർഗങ്ങളുണ്ട്. എൻ്റെ ഉപസർഗത്തിന് ഞാൻ പ്രത്യേക ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ 43, 44 വീഡിയോയിൽ നോക്കിയാൽ കാണാം, ഉപസർഗത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ നീ എന്ന ധാതുവിനും മുമ്പ് ഒരു ഉപസർഗം വരികയാണെങ്കിൽ, ഉദാഹരണമായി ആ എന്നൊരു ഉപസർഗം വന്നു, ആ പ്ലസ് നീ, അതിനുകൂടി ഇപ്പോൾ ഉപസർഗം, ധാതുവിന് മുമ്പ് ഉപസർഗം വരികയാണെങ്കിൽ ഇവിടെ ത്വാ വരില്ല, പകരം ല്യപ്പാണ് വരുന്നത്. ല്യപ്പ് എന്നുള്ള പ്രത്യയം. അങ്ങനെ ആകുമ്പം എന്താണ് ഇത് ചേർക്ക് വരുമ്പോൾ? ആനീയ. ല്യപ്പിൽ പേയും ലായും പോയി കഴിഞ്ഞാൽ യാ മാത്രമേ ശേഷിക്കുകയുള്ളൂ. അപ്പോൾ ആനീയ, ആനീയ എന്താ അർത്ഥം എൻ്റെ? നീ നയതി എന്ന് പറഞ്ഞാൽ ലീഡിങ്. നീ ധാതുവിനോടുകൂടി ലട്ടിലാണ് നയതി, നയതഹ, നയന്തി, ലീഡിങ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഇവിടെ ആ ചേർത്തപ്പോൾ, ആ എന്നൊരു ഉപസർഗം മുമ്പിൽ ചേർത്തപ്പോൾ ആനീയ എന്നായി. ആനീയ, ആനീയ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നൊക്കെയുള്ള അർത്ഥം വന്നിട്ട്, അത് അർത്ഥം അത് തന്നെ. അതുപോലെ പിന്നെ ഗമ് ധാതുവിനോടുകൂടി ആണെങ്കിൽ മുമ്പിൽ ഒരു ആ ചേർത്താൽ, ആ എന്നുള്ളത് ഒരു ഉപസർഗമാണ്. അപ്പം ആഗമ്, ആഗമ് എൻ്റെ കൂടെ ലെപ്പ് ചേർക്കുമ്പോൾ ആഗമ്യ, ആഗത്യ, വന്നിട്ട് എന്നൊക്കെയുള്ള അർത്ഥം. പുസ്തകം ആനീയ പഠത എന്ന് പറയില്ല. ഇപ്പം ഇവിടെ ആനീയ പറഞ്ഞില്ലേ, പുസ്തകം ആനീയ പഠത, പുസ്തകം കൊണ്ടുവന്നിട്ട് പഠിക്കൂ എന്നാണ് ആനീയ പഠത. പിന്നെ അതുപോലെ അപ എന്നൊരു ഉപസർഗം, ഹൃ ധാതുവിനോടുകൂടി അപ ചേർക്കുമ്പോൾ, ഹൃ എന്നൊരു ധാതു, ഹൃ ധാതു, അതിനോടുകൂടി അപ എന്നയാണ് ഇവിടെ മുമ്പിൽ. അപ എന്ന ഒരു ഉപസർഗം, ഹൃ ധാതുവാണ്. ഹൃ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നൊക്കെയുള്ള അർത്ഥം, മോഷ്ടിക്കുക എന്നുള്ള അർത്ഥം. ഹരതി, ഹരതഹ, ഹരന്തിയാണ് ലട്ട് വരുന്നത്. അപ്പം ഇവിടെ അപഹൃനോടുകൂടി എന്ത് വരില്ല? ക്വാ വരില്ല. എന്തുകൊണ്ട്? ഒരു ഉപസർഗം മുമ്പിയിരിക്കുന്നു, അതിനോട് ലെപ്പ് വരും. അപ്പം എന്തായി? അപഹൃത്യ, അപഹരിച്ചിട്ട്, അപഹൃത്യ, അപഹൃത്യാനായി, അപഹരിച്ചിട്ട്, മോഷ്ടിച്ചിട്ട് എന്നുള്ള അർത്ഥമായി. ധനം അപഹൃത്യ ഗച്ഛതി, ധനം അപഹൃത്യ, ധനം അപഹരിച്ചിട്ട് ഗച്ഛതി, പോകുന്നു. മനസ്സിലായി? അപ്പം രണ്ടിൻ്റെ മീനിങ്, ത്വായ് ചേർത്താലും ലെപ്പ് ചേർത്താലും മീനിങ് ഒന്ന് തന്നെ. പക്ഷേ എന്താണ്? ലെപ്പ് വരണമെങ്കിൽ ഒരു ധാതുവിന് മുമ്പ് എന്ത് വേണം? ഉപസർഗം ചേർത്തിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. യഥാ, ഉദാഹരണം, തണ്ടുലാൻ അവലോക്യ, അവലോക്യ എന്നൊരു വേർഡ് വന്നു. അവ പ്ലസ് ലോക്കാണ്. അവ, അവ, അവ പ്ലസ് ലോഗ്, ലോഗ്. അപ്പം അവ ഇവിടെ എന്താണ്? ഒരു ഉപസർഗമാണ്. അപ്പം ഇതിൻ്റെ കൂടെ ലെപ്പേ വരികയുള്ളൂ. അപ്പം എന്തായി? അവലോക്യ, അവലോക്യ, നോക്കിയിട്ട്.
അവലോക്യ നോക്കിയിട്ട് എന്നുള്ള അർത്ഥം. പിന്നെ അതുപോലെ അവലംബ്യയും വന്നു. ടെക്സ്റ്റിൽ നോക്കിക്കോളൂ നിങ്ങളുടെ. അവലംബ്യ, അവ പ്ലസ് ലംബ് പ്ലസ് ലപ്പ്, അവലംബ്യ എന്ന് വന്നു. ഇവിടെ അപഹൃത്യ ദീർഘം വരില്ല, ഓർക്കാതിട്ടതാണ്. അപഹൃത്യ, അവലോക്യ, അവലംബ്യ ഇതെല്ലാം എന്താണ് ലപ്പ് വന്നപ്പോഴുള്ള വ്യത്യാസമാണ്. പിന്നെ ധൈര്യം അവലംബ്യ, ധൈര്യം അവലംബ്യ, അവ പ്ലസ് ലംബ് പ്ലസ് ലപ്പ്, അങ്ങനെയാണ് അവലംബ്യ വന്നത്. അപ്പോൾ ഇതാണ് അത്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് വിസർഗസന്ധി. വിസർഗസന്ധി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ അതായത് 45-46 ക്ലാസ്സുകളിൽ വിസർഗസന്ധിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതൊന്ന് നോക്കി കയറി കാണുക. അടുത്ത് നമുക്ക് വിസർഗസന്ധിയാണ്. വിസർഗം എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്കല്ലേ? വിസർഗം രണ്ടിങ്ങനെ കുത്തിടുമല്ലോ, അതാണ് വിസർഗം. അപ്പോൾ വിസർഗസന്ധി എങ്ങനെയാണ് വരുന്നത്? എത്ര വിസർഗാത് പരം ചകാരഃ അഥവാ ഛകാരഃ ഭവതി തത്ര വിസർഗസ്യ സ്ഥാനേ ശകാരഃ. വിസർഗത്തിന് പരമായിട്ട്, അതായത് എത്ര ചകാരഃ വിസർഗാത് പരം, പരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്, ഒരു വിസർഗം കഴിഞ്ഞിട്ട് ചകാരഃ, ചകാരഃ എന്ന് ച അല്ലെങ്കിൽ ഛ, ഇതിലേതെങ്കിലും വരികയാണെങ്കിൽ, ഏത് കഴിഞ്ഞിട്ട് ഒരു വിസർഗം കഴിഞ്ഞിട്ട് ചകാരമോ ഛകാരമോ വന്നാൽ തത്ര വിസർഗസ്യ സ്ഥാനേ ശകാരഃ ഭവതി. ഈ വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ശകാരമാകും. അപ്പം നോക്കൂ, കഹ പ്ലസ് ചിത്ത് എന്നുള്ളതിൽ കാ കഴിഞ്ഞിട്ട് ഒരു വിസർഗം വന്നില്ല, ഇതൊരു വിസർഗമല്ലേ? വിസർഗത്തിന് പരമായിട്ട് ചി എന്ന് പറയുമ്പോൾ ചകാരമല്ലേ? അപ്പോൾ ഈ വിസർഗത്തിന് പരമായിട്ട് ചകാരം വന്നിരുന്നാൽ ഈ വിസർഗം എന്തായി മാറും? ശകാരമായി മാറും എന്നാണ്. ശകാരം. അപ്പോൾ ഇതെങ്ങനെ മാറും? കാ പ്ലസ് വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ഷ എഴുതി, പ്ലസ് ചിത്ത് ചേർത്ത് പറയുമ്പോൾ എങ്ങനെ വരും? കശ്ചിത്ത്, കശ്ചിത്ത് എന്നായി, കശ്ചിത്ത് എന്നായി. അപ്പം മനസ്സിലായി? അപ്പം വിസർഗത്തിന് പരമായിട്ട്, വിസർഗം പരമായിട്ട് ചകാരമോ ഛകാരമോ വന്നാൽ ആ വിസർഗം എന്തായി മാറും? ശകാരമായി മാറും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കഹ പ്ലസ് ചിത് കശ്ചിത്ത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പ്രതീകാരഃ പ്ലസ് ചിന്ത്യതാം. പ്രതീകാരഃ പ്ലസ് ചിന്ത്യതാം. പ്രതീകാരം എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക, അല്ലെങ്കിൽ പ്രതികാരം, ആ രീതിയിലൊക്കെ അർത്ഥം വരാം. പ്രതീകാരഃ പ്ലസ് ചിന്ത്യതാം. ഇവിടെ പിന്നെ വേറൊന്ന് ദേവദത്തഃ പ്ലസ് ഛലേന, ഛ വന്നു. ഛ വരുമ്പോൾ എന്തായി? ഇവിടെ ഈ വിസർഗം എന്തായി മാറും? ശകാരമായി മാറും. അപ്പം ദേവദത്ത, ദേവദത്ത കഴിഞ്ഞിട്ട് ഇതിന് പകരം ഷായാണ്. ഷാ പ്ലസ് ചകാരേണ. അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ദേവദത്തഃ ചകാരേണ ഛലേന, ദേവദത്ത ഛലേന, ദേവദത്ത വിസർഗത്തിനൊരു ഷായായി ഛലേന, ഛലേന, ദേവദത്ത ഛലേന എന്നായി. മനസ്സിലായില്ലേ? മറ്റേ പ്രതീകാര ചിന്തിതം അവിടെ ഉണ്ട്, ഞാൻ എഴുതുന്നില്ല, നോക്കിക്കോളൂ. പ്രതീകാരഃ ഒരു വിസർഗം, അപ്പോൾ പ്രതീകാര ഷ, പ്രതീകാര ചിന്തിതം. അതുപോലെ ഇതാണ് ഒന്നാമത്തെ വിസർഗത്തിൻ്റെ ഒന്നാമത്തെ വിസർഗം. രണ്ടാമത് വരുന്നത് നോക്കിക്കോളൂ, വിസർഗാത് പരം തകാരഃ. വിസർഗ പരമായിട്ട്, പരം എന്ന് കഴിഞ്ഞിട്ട് തകാരഃ അഥവാ ഥകാരഃ, തകാരമോ വരികയാണെങ്കിൽ എന്തായി മാറും? തത്ര വിസർഗസ്യ സ്ഥാനെ സകാരഃ ഭവതി. അപ്പോൾ അവിടെ സകാരമായി മാറും. ഉദാഹരണം ഒരെണ്ണം ഞാൻ എഴുതാൻ, ബാക്കി പറയേ ഉള്ളൂ. അതായത് ചകിതഃ പ്ലസ് തൂഷ്ണീം, ചകിതഃ പ്ലസ് തൂഷ്ണീം. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുക. തൂഷ്ണീം തകാരഃ ചകിതഃ പ്ലസ് തൂഷ്ണീം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ചകിതഃ വിസർഗം വന്നു, വിസർഗം കഴിഞ്ഞിട്ട് തകാരം വന്നില്ലേ? അപ്പോൾ ഈ വിസർഗം എന്തായി മാറും എന്ന് പറഞ്ഞു? സകാരം, സായായി മാറും. അപ്പോൾ നമുക്ക് ചകിതസ് പ്ലസ് തൂഷ്ണീം, ചകിതസ്തൂഷ്ണീം. ചകിത എഴുതിയിട്ട് സ് ആണ്, ചകിത സ് തൂഷ്ണീം, ചകിതസ്തൂഷ്ണീം ആയി. അതുപോലെ തന്നെ അടുത്ത കൊടുത്തിരിക്കുന്നത് നീതിഹി പ്ലസ് താവത്.
നീതിഹി അവിടെയും വിസർഗം, തീ കഴിഞ്ഞ് വിസർഗം വന്നു, പിന്നെ തായാണ് വന്നിരിക്കുന്നത്. അപ്പം നീതിസ്താവത് ആ വിസർഗം എന്തായി മാറും? സായായി മാറും. അത് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തത് യതി വിസർഗാത് പൂർവം, വിസർഗത്തിന് പൂർവമായിട്ട് മുമ്പിൽ അകാരഹ പരം ച വർഗസ്യ തൃതീയ വർഗ. അത് കുറച്ചുകൂടെ ആലോചിച്ച് പറയേണ്ടതാണ്, മനസ്സിലായില്ലേ? ഇനി വിസർഗാത് പൂർവം, പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ്, പരം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട്. വിസർഗാത് പൂർവം അകാരഹ ആ വരണം, പരം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വർഗസ്യ തൃതീയ വർണ്ണ. തൃതീയ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം വർഗം എന്ന് പറഞ്ഞാൽ വർഗം, ഇവിടെയാണ് വർഗാക്ഷരമാണ് വർഗം. ക ഖ ഗ ഘ ങ വർഗം. കവർഗം, ചവർഗ, ടവർഗ, തവർഗ, പവർഗ, ഇതാണ് വർഗാക്ഷരം. അപ്പോൾ വർഗത്തിൻ്റെ തൃതീയ വർണ്ണ, തൃതീയ വർണ്ണം എന്ന് പറയുമ്പോൾ ക ഖ ഗ ഈ ഭാഗം, ഇതാണ് തൃതീയ വർണ്ണം. പിന്നെ ചതുർത്ഥ, ചതുർത്ഥ എന്ന ഇതാണ് ചതുർത്ഥ വർണ്ണം. പഞ്ചമ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും. അപ്പം ഇത് ഈ പിന്നെ തൃതീയം, ചതുർത്ഥം, പഞ്ചമം. അത് കൂടാതെ ഹയവര ല, ഹയവര ല ഇത്രയും വരികയാണെങ്കിൽ എന്ത് ചെയ്യും നോക്കോളൂ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. യതി വിസർഗാത് പൂർവം, വിസർഗത്തിന് മുമ്പ് എന്ത് വരണം? അകാരഹ പരം, പരമാണ് ഇത്രയും കാര്യം വരികയാണെങ്കിൽ ആ വിസർഗം എന്തായി മാറും? അതായത് വിസർഗം അഹ എന്നുള്ള വരുന്നത് അതെന്തായി മാറും? ഓകാരമായി മാറും എന്നാണ്. അത് ഓ ആയി. ഉദാഹരണം നോക്കോളൂ. ഹിരണ്യകഹ പ്ലസ് നാമ, ഹിരണ്യകഹ പ്ലസ് നാമ, ഹിരണ്യകഹ പ്ലസ് നാമ, ഹിരണ്യകഹ പ്ലസ് നാമയാണ്. ഇവിടെ നോക്കോളൂ, ഇവിടെ വിസർഗം ഇതല്ലേ? അപ്പം വിസർഗത്തിന് മുമ്പ് എന്ത് വേണമെന്ന് പറഞ്ഞു? ആ വേണം. കായിൽ ആ ഉണ്ടല്ലോ, ക് പ്ലസ് ആയല്ലേ? അപ്പം ആ ഉണ്ടല്ലോ, ക് പ്ലസ് ആ. ഇവിടെ ക് പ്ലസ് ആയാണ് എന്ത്? ആ എന്ന് പറയുന്നത്, ഇവിടെ കായ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ആയുണ്ട്, വിസർഗത്തിന് മുമ്പ് ഒരു ആയുണ്ട്. ഇനി പരം, അത് കഴിഞ്ഞിട്ട് എന്ത് വരണം എന്ന് പറഞ്ഞു? ചതുർത്ഥ വർണ്ണഹയാണ്. ഇപ്പം നാ എന്നുള്ളത് ഏതാണ്? നാ ഇവിടെ നോക്കിക്കോളൂ. നാ എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു? പഞ്ചമ വർണ്ണമായിട്ട് വരുന്നു അല്ലേ? പഞ്ചമ വർണ്ണമാണ് നാ. അപ്പോൾ പഞ്ചമം വന്നില്ലേ? പഞ്ചമം വന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഈ അഹ എന്നുള്ളത് എന്തായി മാറുമെന്ന് പറഞ്ഞ് ഓ ആയി മാറുന്നതാണ്. അപ്പം ഹിരണ്യകോ, ഹിരണ്യകോ നാമായി, ഹിരണ്യകോ നാമ, ഇങ്ങനെയാണ് വരുന്നത്. അതാണ് അടുത്ത വിസർഗ സന്ധിയിലെ ഒരു നിയമം. അത് അടുത്ത ഉദാഹരണം തതഹ പ്ലസ് ഹിരണ്യകഹ. തതഹ അവിടെയും ത് പ്ലസ് ആയാണ് ത അല്ലേ? ഹായും വന്നിട്ടുണ്ട്. അപ്പം ആ അഹ വന്നു. പ്ലസ് ഹിരണ്യകയിൽ ഹ വന്നില്ലേ? ഹ വന്നു. അപ്പോൾ എന്തായി മാറും? ആ വിസർഗ അഹ എന്തായി മാറും? തതോ ഹിരണ്യകഹ, തതോ. അടുത്തത് വ്യാഘ പ്ലസ് നിവൃത്ത, വ്യാധ പ്ലസ് നിവൃത്ത. അവിടെയും ധഹ അഹ ഉണ്ട്. ധ എന്നുള്ളതിന് അഹയുണ്ട്. പ്ലസ് നിവൃത്തഹയാണ്, നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചമ വന്നു. അപ്പോൾ വ്യാധോ നിവൃത്ത എന്നായി. ഇങ്ങനെയാണ്. ഇനി അടുത്തത് യതി വിസർഗാത് പൂർവം പശ്ചാത്ത അകാരഹ ഭവതി. പൂർവവും പശ്ചാത്തും, പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പിൽ, പശ്ചാത്ത് അത് കഴിഞ്ഞിട്ടും അകാരം വരികയാണെങ്കിൽ തത്ര പൂർവതനസ്യ അകാരസ്യ സ്ഥാനെ വിസർഗസ്യ ച സ്ഥാനെ ഓകാരഹ ഭവതി. ഇപ്പോൾ ഉദാഹരണം ഒക്കെ മനസ്സിലാവും. കുതഹ പ്ലസ് അത്ര, കുതഹ പ്ലസ് അത്ര എന്നുള്ളതിൽ യതി വിസർഗാത് പൂർവം, വിസർഗത്തിന് പൂർവ്വം എന്തുണ്ട്? ആയുണ്ട്. പശ്ചാത്തും, വിസർഗത്തിന് പശ്ചാത്തും ആയുണ്ട്. അപ്പം വിസർഗത്തിന് പൂർവവും വിസർഗത്തിന് പശ്ചാത്തിനെ കഴിഞ്ഞിട്ടും ആ വരികയാണെങ്കിൽ ആ പൂർവതനസ്യ അകാരസ്യ ആദ്യം വരുന്ന അകാരത്തിന് സ്ഥാനെ വിസർഗസ്യ ച, വിസർഗം കൂടെ ചേർത്ത്, അഹ എന്നുള്ള വിസർഗം കൂടെ ചേർത്തിട്ട് ഓകാരമായി മാറും. അപ്പോൾ കുതഹ, കുതഹ എന്ന് പറഞ്ഞാൽ ഹൗ എന്നുള്ള അർത്ഥമാണ്. കുതഹ ഹൗ, കുതോ അത്ര. അപ്പോൾ എങ്ങനെ വരും? കുതോ അത്ര, തോയായില്ലേ? അത്രയ്ക്ക് ഇവിടെ ആ എന്നൊരു പ്രസ്ലേഷനാണ് ഇടുന്നത്. ഇവിടെ ആയുടെ സിമ്പലാണ്. അത്ര, കുതോ അത്ര എന്നായി.
അടുത്ത ഹിതഹ പ്ലസ് അപി, അതുപോലെയാണ് ഹിതഹ പ്ലസ് അപി. ഹിതഹ പ്ലസ് അപി അതും അതുപോലെയാണ്. എന്താ, വിസർഗത്തിന് മുമ്പ് ആയോണ്ട് ത ത് പ്ലസ് ആയാണ് ത, പിന്നെ അത് കഴിഞ്ഞിട്ട് അപി. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓ ആയി മാറും. ഹിതോ ഹിതോ അപി ഇങ്ങനെയായി. ഇതാണ് അതിൻ്റെ നിയമം. വേറെ കൊടുത്തിട്ടുണ്ട് സഹ പ്ലസ് അസ്മാകം. അവിടെയും സഹ എന്നുള്ളത് സി പ്ലസ് ആയാണ് സ. അപ്പോൾ അവിടെ ആ വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് വിസർഗം കഴിഞ്ഞിട്ടും ആയില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, സോ അസ്മാകം. സോ പിന്നെ പ്രസലേഷയിട്ട് സ്മാകം. ആക്കി പകരമാണ് അവിടെ പ്രസലേഷൻ ഇടുന്നതെന്ന് ഓർക്കുക. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത്, അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു. അടുത്ത വരുന്നത് കുറേ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി അതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഗച്ഛതി എന്ന് പറഞ്ഞാൽ ആ പ്ലസ് ഗമ് പ്ലസ് ല്യപ്പാണ്. എന്താണ് നേരത്തെ പറഞ്ഞു, ആഗമ്യ അല്ല ആഗത്യ. ആഗമ്യ അല്ലെങ്കിൽ ആഗത്യ വരും. ആനയതി, ആനീയ, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസറാണ്, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്ത പിന്നെ ഇനി ഒരു ക്ലാസ് കൂടെ ഇതിൻ്റെ ബാക്കി ഗ്രാമർ ഇത് തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ടേമിൽ ഏതാണോ തുടങ്ങുന്നത് ആ പിന്നെ പാഠം, ആ ലെസൺ ഏതാണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ അത് പിന്നെ എടുക്കാം. പക്ഷേ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തിനാവശ്യമില്ലാതെ പഠിപ്പിക്കുന്നത് ക്രമം അനുസരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.